രാവിലെ മുതൽ ഈ സമയം വരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസൻസ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് അറിയുവാൻ കർത്താവായ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് തിരുമേനിക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വന്നിട്ടില്ല, നമ്മുടെ കർത്താവ് വരും. God hasn't come yet, and He's going to come. Praise God. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. He's an unchanging God. ഹല്ലേലൂയ. അവന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവജനത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. I thank God for the ones who are waiting for His coming. ഹല്ലേലൂയ. Amen. കർത്താവ് വരുവാനുള്ള ചില സൈനും സിംറ്റമൊക്കെയും ഭൂമിയുടെ പല ഭാഗങ്ങളിലും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. We're seeing all the signs and wonders around the world that God is coming soon. അത് വിളിച്ചു പറയുന്ന ഒന്നുണ്ട്, നമ്മുടെ അരുമനാഥൻ വരും. That calls to one thing, that Christ is coming soon. എന്താ കർത്താവേ നീ വരാൻ താമസിക്കുന്നത്? Why are you, Lord, not coming yet? 2024 വർഷം കൊണ്ട് കേൾക്കുക, കർത്താവ് വരും, കർത്താവ് വരും. For the past 24 years we are seeing that God's going to come soon, God's going to ഇത് come soon. വെറുതെയുള്ള ഒരു സംസാരമായി തോന്നാറുണ്ടെങ്കിൽ It's just for the sake of it. ഇന്ന് പകൽക്കാലവും മനസ്സിലാക്കണമേ, Today understand, ഒരു വ്യക്തിയും കൂടെ ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. the one more person may be affirmed in Christ. ഭൂമിയിലുള്ള മറ്റുള്ള ജനങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കളയുന്നതിന് മുൻപായിട്ട് Before he wages war against ഒരു വ്യക്തിയും mankind, കൂടെങ്കിലും ക്രിസ്തുവിനെ one more കാണുവാൻ person may പറ്റുന്നുവെങ്കിൽ, find Christ. ഒരു വ്യക്തിയുടെയും കൂടി പേര് സ്വർഗത്തിൽ ഹല്ലേലൂയ എഴുതപ്പെടുവാൻ പറ്റുന്നുവെങ്കിൽ, At least one person's name will be written in the book of life. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് വരാൻ That's താമസിക്കുന്നത്. why God is not coming അല്ലാതെ yet. അവൻ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവനല്ല. He's not one who say the word and not Praise follow. God. നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let's turn our attention to Genesis 18 Genesis 18. words 1 to 8. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് സാവകാശം ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. കാര്യങ്ങളുടെ അതിൻ്റെ ആ ഷോർട്ട് ഇങ്ങനെയാണ്, നമുക്കൊക്കെ അറിയാം അതിൻ്റെ സിറ്റുവേഷൻസ്. We all know the situations of what's going on there. മമ്ര എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. There's a person named Mamre. ആ ആളിന് യോക്ക് വൃക്ഷങ്ങളുള്ള ഒരു വലിയ തോപ്പുണ്ടായിരുന്നു. He had an oak grove. അവിടെ അബ്രഹാം ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന സമയം, There Abraham was living in a little house. ആ സമയത്ത് വീടിൻ്റെ അകത്ത് ഭയങ്കര ചൂടാ. It's very hot inside the house. അതവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. It's written there. വെയില് ഉറച്ചപ്പോൾ, അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ചൂടുള്ള ദിവസമായിരുന്നു. It was a hot day. അങ്ങനെ പെരയ്ക്കകത്തിരിക്കേണ്ട, എന്നാൽ കുറച്ച് സമയം ഇറങ്ങി വെറ്റത്തോട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം. When he wasn't going to sit inside, but he went outside to sit. അങ്ങനെ ഇരിക്കുമ്പോൾ 3 ആൾക്കാർ അവിടെ നിൽക്കുന്നു. There he saw 3 persons sitting. അബ്രഹാമിൻ്റെ വീട് ഏതാ എന്ന് ചോദിച്ചു വന്നതല്ല. They haven't come to know where is Abraham's house. ഇത് സംഭവം ഇങ്ങനെ അങ്ങ് സംഭവിച്ചതാ. This happened to be. സ്തോത്രം. Amen. അപ്പോൾ അന്നേരത്തെ കൾച്ചർ അനുസരിച്ച്, According to the culture during that time, നമുക്കറിയാം എല്ലാവരും ചെയ്തു വന്ന ഒരു പ്രവർത്തനമായിരുന്നു ലോത്ത്, അബ്രഹാം, അങ്ങനെയുള്ള അന്നത്തെ കൾച്ചർ. ഇന്നത്തെ പല അറബുകളും ആ കൾച്ചർ തന്നെ ചെയ്യാറുണ്ട്. according to that culture, according to Lot and Abraham and അങ്ങനെ everyone else, 2-ാം വാക്യം പറയുന്നത്, അബ്രഹാം തല പൊക്കി നോക്കി, അവിടെ കണ്ടു 3 പുരുഷന്മാർ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്നു, when he saw അവരെ them, നിലം വരെ കുനിഞ്ഞു, When he വെൽക്കം ചെയ്തു. when he saw them, he ran to meet and welcomed them, bowing low to the ground. 2 ആത്മീയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് താഴോട്ട് വരാം. 2 spiritual things I want to set up here. എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? Why is it written all? അബ്രഹാം മുറ്റത്തിരുന്നു പോലും അകത്തിരുന്നു പോലും 2 പേരെ കണ്ടു, 3 പേരെ കണ്ടു, ഹൂ കേഴ്സ്, അതല്ല അതിൻ്റെ അർത്ഥം. It's not just that he came inside or he sat inside or he saw 3 people. It's not just the reason of it. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം പുതിയ നിയമവിശ്വാസികൾക്ക് വേണ്ടി അർത്ഥമുണ്ട്. There is a meaning to why it's written to the New Testament believers. പുറത്ത് നിൽക്കുന്ന ദൈവസാന്നിധ്യം അറിയണമെങ്കിൽ നീ ആദ്യം പുറത്തു വരണം. In order for you to receive the Spirit, you need to come outside. Praise God. അതേ വശം വീടിൻ്റെ സുഖം നോക്കി, വീട്ടിൽ നല്ല തണുപ്പ് കൊണ്ട് സുഖമായിട്ട് അവിടെ കാണാൻ കുത്തിയിരുന്ന് കട്ടിലേ കയറിയിരിക്കുകയോ സോഫയിലിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ.
അതിലേ പോകുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ദൂതന്മാരുണ്ട്, യഹോവയായ ദൈവമുണ്ട്, നിനക്ക് കാണാൻ പറ്റില്ല. If you're just sitting inside in the comfort zone of your sofas and your couches, you would miss the angel and the presence of the Lord that's outside. Praise God. കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ നോട്ടം ഉണ്ടായിരിക്കണം കേട്ടോ. Where the presence of the Lord is happening, your eyes should be there. എങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Only then will you have a relationship with God. Praise God. Hallelujah. Amen. രണ്ടാമത്തെ, അവൻ തലപൊക്കി നോക്കി. Second, he welcomed him. Praise God. Looked up. ദൈവമക്കളെ, നമ്മൾ ദൈവസാന്നിധ്യം കണ്ടുകൊണ്ട് മൗനമായിരിക്കാനല്ല, നമ്മുടെ തലപൊക്കി അത് നോക്കി അനുഭവിപ്പാൻ, മനസ്സിലാക്കുവാൻ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി നാം ഒരുക്കപ്പെടണം. You should be prepared for the presence of the Lord. അതിൽ ഒന്ന് വാസ്തവമായ ദൈവമായ നമ്മുടെ പിതാവായ ദൈവവും രണ്ട് ദൂതന്മാരുമായിരുന്നു. One was the Lord and two was the angels. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ കൂട്ട് തന്നെ ഇരിക്കും. They will look like man. അപ്പോൾ പലരും പറയുന്നതിൻ്റെ ഒരു തെളിവാണ്, പലരും പറയാറുണ്ട്, ദൂതന്മാരെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളുടെ കൂട്ടിരിക്കും, ദൈവം ഒരു പക്ഷെങ്കിൽ സ്ത്രീയും പുരുഷനും അല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിന് ബദലായിട്ട് ക്ലിയർ ആൻസർ കൊടുക്കുന്നു. അവരെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ തന്നെ ഇരുന്നവർ പുരുഷന്മാരായിരുന്നു. Well, many will say that they look like angels. Angels look like woman or man, and God looks like woman or man. But here it clearly says they look like men. ദൈവം തൻ്റെ ഓൺ ഇമേജിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെങ്കിൽ സ്തോത്രം, ആദ്യം ഉണ്ടാക്കിയത് പുരുഷനെ ആയിരുന്നു. God created man in his own image, and first he made man. Praise God. മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let's come to the third words. യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് മൂവ് ചെയ്ത് പോവരുത്, നിങ്ങളെ കണ്ടിട്ട് എങ്ങാണ്ടോട്ട് പോകാൻ വന്നതുപോലെ തോന്നിയവരാ, ബട്ട് ഡോണ്ട് ഓവർ പാസ് ചെയ്ത് പോവരുതേ. It says, my Lord, he said, if it pleases you, stop here for a while. They were supposed to leave, but he asks them, stop here for a while. എന്നിട്ട് എന്താണെന്നറിയാമോ? അവിടെ ഹോസ്പിറ്റാലിറ്റി തുടങ്ങുക കേട്ടോ. There it starts a hospitality. ശുശ്രൂഷ തുടങ്ങുക. അവിടെ പറയുകയാണ്, Service happening. നിങ്ങൾക്ക് ഇരിക്കുവാൻ തക്കവണ്ണം ഞാനൊരു സ്ഥലം തരാം, I will give you a place to sit. ഞാൻ നിങ്ങളുടെ കാൽ കഴുകാൻ അല്പം വെള്ളവും കൊണ്ടുവരട്ടെ. I will give you water to wash your feet. ഇത് കൂടാതെ നിങ്ങൾ എവിടെ നിന്നോ വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ ഒരു കഷണം അപ്പം കൂടെ ഞാൻ ഉണ്ടാക്കി തരാം. You came from somewhere, and let me give you a loaf of bread. നിങ്ങൾക്ക് വിശപ്പടക്കിയിട്ട് പോകാം. ഒരു വലിയ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. There's a big thing you need to understand from here. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കുടുംബ പരിചയങ്ങളില്ല, ഇവർ നേരത്തെ മുൻപരിചയങ്ങളൊന്നും ഫ്രണ്ടൊന്നുമല്ല. There's no relationship between Abraham and the angels. ഒരു കാര്യം ഇവിടെ ആരംഭത്തിൽ നാം ഓർക്കേണ്ടത്, One thing that you need to know this morning, നാം എങ്ങനെ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ട്രീറ്റ് ചെയ്യുന്നോ അതനുസരിച്ച് കർത്താവ് നമുക്ക് പ്രതിഫലം തരുമെന്നുള്ള തെളിവ് വരാൻ പോവുക. ഇതിന്റെ ബാക്കിൽ how you treat other people is how God will treat you. പരിചയക്കാരെയും നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും അറിവുള്ളവരെയും മാത്രമല്ല ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. Your duty was not just to your relatives and your brothers and your sisters and cousins. പുതിയ നിയമത്തിൽ കാണുമ്പോൾ അവിടെ ഒരു ഭാഗങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായി വന്നു, അന്ന് നീ കണ്ടില്ല. In New Testament, you say that I came naked and you haven't seen. ഞാൻ വിശന്നു വന്നു, അന്ന് നീ കണ്ടില്ലേ. I was hungry and you didn't see. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. Oh, we always say that I didn't know about these things. എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, ഞാൻ ഓക്കെ ആണെന്നല്ലോ അന്ന് പറഞ്ഞത്. Well, when I asked you if you needed help, you said it was okay. കണ്ടറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. I thank God for the ones who see it. വിശക്കുന്നുണ്ടോ എന്ന് വയറ് തുറന്നു നോക്കിയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. You shouldn't know that somebody's hungry after you open their stomach. അവന്റെ വാലറ്റ് നോക്കി ഒരു പൈസയും ഇല്ലെന്ന് കണ്ടിട്ടല്ല ഒരുവനെ സഹായിക്കേണ്ടത്. After you check if its bank balance is okay or not. ദൈവ സാന്നിധ്യമുള്ളവന്റെ ഹൃദയത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും. In the presence of the Lord, the man who's led by the Spirit always be said. Praise God. Amen. അവസാനം ഈ അബ്രഹാം After that, ഇവരെ അങ്ങനെ ഒരിടത്ത് ഇരുത്തിയിട്ട് he sat them down. ഓടി ഭാര്യയുടെ അടുത്ത് ചെന്നു. He ran to his wife. എടീ Sarah. ഒരു 3 ഇടങ്ങഴി മാവ് എടുത്തിട്ട് നീ അപ്പം ഉണ്ടാക്കണം.
3 large measures of loaf flour and knead it എന്തിനാ into dough. ചായ മൂന്നിടങ്ങഴി മാവ്? Why do you need it? എടീ 3 പേര് വന്നിട്ടുണ്ട്. Because 3 people have came. ഈ ഇടങ്ങഴി എന്ന് പറയുമ്പോൾ Measure the bushels. അതിന് ഏതാണ്ട് US കണക്കിൽ 9.6 കപ്സ് ആണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയും ഇടങ്ങഴി എന്ന് പറയുന്നതിന്. So a bushel is like in American 9.6 cups. സ്തോത്രം. അങ്ങനെ പറഞ്ഞു 3 ഇടങ്ങഴി So 3 large measures. മെഷർ പൊടിയെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു. Flour and start making it. അപ്പോൾ ആൾക്ക് എത്ര വെച്ചായി? So how many per person? ആൾക്ക് ഒരിടങ്ങഴി. So each person gets 1. ഇത് മനസ്സിൽ വെക്കണേ, Remember മറന്നു this, പോകണ്ട. please. Don't forget. ആൾക്ക് ഒരാൾക്ക് ഇടങ്ങഴി വെച്ച് 3 പേർക്ക് 3 ഇടങ്ങഴി അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ 3 ഇടങ്ങഴി അപ്പം ഉണ്ടാക്കി. So 1 person for each measure. അടുത്തത് 2 അപ്പം അപ്പം റെഡിയായി. ഇനി അടുത്തത് പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് നല്ല രീതിയിൽ ഇറച്ചി വേവിച്ചു. അപ്പം തിന്നാൻ ഇറച്ചിയും കൊടുത്തു, അപ്പവും കൊടുത്തു. So he ran quickly to the and to chose a tender calf. ഒരാൾക്ക് ഒരിടങ്ങഴി അപ്പത്തിന്റെ മാവിന്റെ അപ്പവും Each person with 1 measure of bread. അവർക്ക് ആവശ്യത്തിന് കഴിക്കുവാൻ തക്കവണ്ണം ഇറച്ചിയും. For whatever they need, the meat. അവിടെ ഇറച്ചിക്ക് കണക്കില്ല. There is no count for the meat. Praise God. അങ്ങനെ ഇവര് വന്നു, So they കഴിച്ചു. പിന്നെന്താ ചെയ്തതെന്നറിയാം? അടുത്ത വാക്യം. അപ്പൊ മൂന്നാമത്തെ ആഹാരം for the third food. വെണ്ണയും പാലും തേനും. So some yogurt, milk, and roasted meat. അതും കൊടുത്തു. And they also fed them that. ഇവര് തിന്ന് തൃപ്തരായി. They have been satisfied. എന്നിട്ട് അവർ വന്ന വഴിയിലേക്ക് അടുത്ത യാത്ര ചെയ്യാൻ പോവുകയാണ്. So they're going on their way. ആ സമയത്ത് 17-ാം അധ്യായത്തിൽ ഒരു ബ്ലെസ്സിങ് ദൈവം നേരിട്ട് കൊടുത്തായിരുന്നു. There is a blessing that was said in chapter 17. ഈ 3 പേരിൽ അതൊന്ന് റിമൈൻ ചെയ്തിട്ട് വീണ്ടും അതിനെ ഒന്ന് റീബിൽഡ് ചെയ്ത് വീണ്ടും ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോയി. As he's affirming what is being said in 17. അപ്പോൾ ഈ പോയ വഴിയിൽ ഒരാൾ അബ്രഹാമിൻ്റെ അടുത്ത് വന്നു, അത് ദൈവമായിരുന്നു. So one person came to Abraham, that was God. അവിടെ വെച്ചാണ് ഒത്തിരി സംസാരങ്ങൾ ഉണ്ടാകുന്നത്. നീ എത്ര പേരെ ഉണ്ടേ നശിപ്പിക്കുക, എങ്ങോട്ടാണ്? സോദോമിലേക്ക് പോയതായിരുന്നു. It was talking about the one way to go to Sodom. Praise God. പ്രകൃതി വിരുദ്ധമായി ജീവിക്കുന്ന എന്ന അർത്ഥമാണ് സോദോം എന്ന വാക്കിന്റെ അർത്ഥം. It is living in life of immorality. Praise God. സോഡോമി എന്ന വാക്കിന്റെ അർത്ഥം പ്രകൃതി വിരുദ്ധം, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ, ദൈവം കൊടുത്തിട്ടില്ലാത്തത്, ദൈവം പറഞ്ഞിട്ടില്ലാത്തത് ചെയ്യുന്നതിൻ്റെ പേരാണ് സോഡോമി എന്ന് പറയുന്നത്. Sodom means that whatever is against God, whatever God did not say, so it is immoral. അപ്പോൾ 2 പേര് അങ്ങോട്ട് കടന്നുപോയി. So 2 people went over there. ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് നിന്നു. God went to Abraham. ഇപ്പം നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായല്ലോ. We have understand this far now. ഒരാൾക്ക് ഒരിടങ്ങഴി വെച്ച് Each person with 1 measure. കണക്കില്ലാതെ ആ ഇറച്ചി കൊടുത്തു. Without a count of meat. ഇത് കഴിഞ്ഞിട്ട് തേന്, പാല്, വെണ്ണ, ഇത്രയും കാര്യങ്ങളും കൊടുത്തു. After that, yogurt, milk, and honey. ഇത്രയും കാര്യങ്ങൾ ആഹാരത്തിലുണ്ടായിരുന്നു. പ്രൈസ് ഗാഡ്. It was all this much of food. നമുക്കിനി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. എക്സോഡസ്. Let's go to Exodus. പ്രൈസ് ഗാഡ്. അതിൻ്റെ 16 16 verses 16. Praise God. 16 verse 16. അതിൻ്റെ 12 കൂട്ടൊന്ന് വായിക്കാമോ? ഇതേത് കുടുംബമാ, ഇതേത് വ്യക്തികളെ കുറിച്ചാണ് ഈ പറയുന്നതെന്നറിയാമോ? പിതാവായ അബ്രഹാമിൻ്റെ മക്കള് വരുന്നതാ. You know who's talking about this? തലമുറയ്ക്ക് ദൈവം കൊടുക്കുന്നതായി ഇനിയും വരുന്നത്. അപ്പൻ കൊടുത്തു, അറിയാതെ 3 പേരെ സൽക്കരിച്ചു, ആൾക്ക് ഒരിടങ്ങഴി വെച്ച്. So what Abraham has given for 1 measure, this is talking about his descendants. ആവശ്യമുള്ളതുപോലെ ഇറച്ചി കഴിക്കുവാൻ, according to whatever they need, the meat that's given. പാലും തേനും വെണ്ണയും കൊടുത്തു.
milk, yogurt, and honey. അന്ന് ഇതൊന്നും ചിന്തിച്ചില്ല. At that time, he wasn't thinking about this. അന്ന് അതൊരു മാനറായിരുന്നു. It was just a manner of what he's doing. പ്രൈസ് ഗാഡ്. Amen. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. After years later, മരുഭൂയാത്രയിൽ തന്റെ തലമുറകൾ പട്ടിണി കിടക്കാൻ തുടങ്ങി. when his descendants were hungry in the wilderness, പണ്ട് നീ എന്നെ തീറ്റിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. I remember that you have fed me before. ഞാനും രണ്ട് ദൂതന്മാരുമായിട്ട് വന്നപ്പോൾ നിന്റെ അപ്പൻ്റെ 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 അപ്പൻ ഒരിടം കഴി വെച്ച് എന്നെ തീറ്റിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. When I remember your father's father's father has fed me with one measure. നല്ല ഒന്നാന്തര കാളയെ അറുത്ത് ഇഷ്ടം പോലെ എനിക്ക് ആഹാരങ്ങൾ ഇറച്ചി തന്നിട്ടുണ്ട്. With a wonderful calf that he has given me plenty of meat. പാലും തേനും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. He has given me milk and honey. നമ്മൾ പാടാറില്ലേ, അവൻ ആർക്കും കടക്കാരനല്ല. We always sing that he's not in debt to anybody. അവൻ ആർക്കും കടക്കാരനല്ല. He's not in debt to anybody. Praise you God. Amen. ഇനിയും ഇത്രയും മനസ്സിൽ വെച്ചോണ്ട് 17-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. Think of this and let's continue. നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും. കാരണം ഇവിടെ ഇപ്പോൾ പട്ടിണിയാ, ഒന്നുമില്ല, പിറുവിറുപ്പായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുക, മക്കളെ നിങ്ങൾ എവിടുന്ന് വരുന്ന? We are a great, great, great grandchildren of Abraham. ഞാൻ അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന മക്കളാണ് ഞങ്ങൾ. I am from descendants of Abraham. ഞങ്ങൾക്കിപ്പോൾ ആഹാരമില്ല. We don't have any food. അന്നേരം കൊടുക്കുന്ന ഒരു ഉത്തരമാ ഇവിടെ പറയുന്നത്. That is the answer that's being said over here. നിങ്ങൾ വൈകിട്ട് in the evening മാംസം തിന്നും, you will eat meat, പ്രഭാതകാലത്ത് and the morning അപ്പം കൊണ്ട് തൃപ്തരാകും. all you have bread. ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് അന്ന് നീ മനസ്സിലാകും. Then you will know that I am the Lord your God. ഇപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം ശക്തമായി കണ്ടിട്ടും മനസ്സിലാക്കാത്ത വിശ്വാസികളുണ്ട്. There are many believers still that they have seen the Lord and experienced it but would not believe in him. 13-ാം വാക്യത്തിലേക്കൂടെ വായിക്കുമ്പോൾ In verse 13, വൈകുന്നേരം at the, മൂടി. and the evening the quail flew and covered the camp. ഇതിൻ്റെ അകത്ത് എണ്ണം വല്ലതും ഉണ്ടോ? Is there any numbers here? ഒരു നമ്പർ. നിനക്ക് ഇഷ്ടമുള്ള അത്രയും പിടിച്ചു കഴിക്കാം. You can catch whatever you want and you can eat. കാരണം നിന്റെ വലിയപ്പൻ ഇറച്ചി തന്നപ്പോൾ കണക്കില്ലായിരുന്നു. Because when your father, great grandfather gave me meat, കണക്കില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ കണക്കില്ലാതെ കിട്ടും. if you give without account you will get without നീ account. കണക്കോടെ കൊടുത്താൽ കണക്കോടെ കിട്ടും. If you give with account you only get with account. Praise God. Amen. Hallelujah. Amen. അത് കഴിഞ്ഞിട്ട് After that, 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. verses 16 it says, ഓരോരുത്തന് ഭക്ഷിക്കാവുന്നിടത്തോളം നിങ്ങൾ ഇത് എടുത്തുകൊള്ളണം. എന്തോ എടുക്കണം? ഈ മന്ന, അതിന്റെ പേരിട്ടു മന്ന. ഈ മന്ന വന്ന് വീഴും, രാവിലെ ആകുമ്പോൾ അവിടെ കിടക്കും. each household should gather as much as you need, and this is called manna, and it will stay over there, and they can go in the morning and grab it. എന്നിട്ട് പറഞ്ഞു ആൾ ഒന്നിന് ഒരിടങ്ങഴി എടുക്കണം. According to one person you could have one quart. One measure. മനസ്സിലായോ? ദൈവം പറഞ്ഞു നിങ്ങളെ വീട്ടുകാര് ഓരോരുത്തരും വന്നിട്ട് ഒരിടങ്ങഴി എടുക്കാവൂ, രണ്ടെടുക്കരുത്. So when each person comes, each family should only get one measure. എന്താ? Why is that? നിന്റെ വല്യപ്പനെ അന്ന് തന്നപ്പോ ഒന്നാ തന്നേ. Because when your grandfather gave me, he only gave me one. നിനക്കും അത് മതി. You only get that much. നിന്റെ വല്യപ്പൻ എൻ്റെ വയറളന്നായിരുന്നു. Your grandfather has measured my stomach. അപ്പൊ എനിക്ക് നിന്റെ വയറളക്കാൻ അറിയാം. I also know how to measure your നിന്റെ stomach. വയറളന്നേ ഞാൻ തരത്തുള്ളൂ. I will only measure your stomach and give it to you. Praise God. Amen. ദൈവസന്നിധിയിൽ കൊടുക്കുന്നത് പല നാളുകൾ കഴിഞ്ഞാലും മടക്കി വരും, മറക്കരുത്. Whatever you give to the Lord, after how many ever times it will come back. Praise God. ആൾ ഒന്നിന് With one person, ഇടങ്ങതി വീടം എടുത്തു കൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചു എന്ന് പറയണം. each household pick up 2 quarts for each person in your tent. സ്തോത്രം. അടുത്ത താപ്പോട്ട് വായിക്കുന്നത്, If you read, ഇസ്രായേൽ മക്കൾ അങ്ങനെയൊക്കെ ചെയ്തു. 18-ാം വാക്യം. കണ്ടോണേ, ഇതിനകത്ത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
What you need to understand ഈ here, ഒരിടങ്ങഴി പെറുക്കാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പെറുക്കിയവരുണ്ട്, കൂടുതൽ പെറുക്കി കളഞ്ഞവരുണ്ട്. if he told to only grab one measure, but he grabbed a little more. പക്ഷെ ഇത് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇത്രയുണ്ട്, ഞാൻ കൂട്ടി വന്നപ്പോൾ ഇത്രയുണ്ട്. Whenever I grabbed it, it was this much. When it came home, it was this much. പക്ഷെ സമയമാകുമ്പോൾ എൻ്റെ നിന്റെ ഒരേ സൈസായി മാറി. But at the time, it became all one. Praise God. Amen. കാരണം അവൻ ആർക്കും കടക്കാരനല്ല. നീ കൂടുതൽ കഴിക്കണ്ട, That's because he's നീ not കുറവും in debt to കഴിക്കണ്ട. anybody. You shouldn't eat നീ more, you shouldn't eat പെറുക്കിയാലും less. നിനക്ക് ആവശ്യത്തിന് വരുമ്പോൾ അത്രേ കാണുകയുള്ളൂ. Well, how much ever you have grabbed, you only get that much. Praise God. Amen. 20-ാം വാക്യം. Verse 20. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ അന്നുകൊണ്ട് കുറച്ച് പേരിങ്ങനെ, അബ്രഹാമിന്റെ കൊച്ചുമക്കളായി ഇവരെല്ലാം, അല്ലാതെ അയലക്കുത്ത് വന്ന ഒന്നുമല്ല കേട്ടോ. They're all Abraham's descendants. They're not എല്ലാവരും ഈ some, നിയമം കേട്ടതാ, ഈ പറഞ്ഞ എന്തുവാന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയവരാ. പക്ഷെ അനുസരണക്കേട് അന്നുകൊണ്ട്. everybody heard this clearly, but disobedience is still there that day. അത് നശിച്ച് നാരായണക്കല്ലായിപ്പോയി. അത് പറ്റത്തില്ല, പിറ്റേ ദിവസം മരിക്കാൻ കൊള്ളത്തില്ല, പഴകി ഞാകത്തില്ലത്. Because it couldn't be kept till the morning. It was terrible. എന്നിട്ട് After that, ആ ആ ആ അപ്പൊ ഇതിനകത്ത് ഇനി ഒരു കണ്ടീഷൻ, വേറെ വ്യത്യാസം. 5 ദിവസം വരെ ഈ ഒരിടങ്ങഴി പുറക്കാം. there's a condition over there. For 5 days, you can grab as much as one measure. 6-ാം ദിവസം ആവുമ്പോൾ 2 ഇടങ്ങഴി പെറുക്കി വെക്കണം. For the 6th day, you have to grab 2 measures. എന്തിനാന്ന് ചോദിച്ചാൽ 7-ാം ദിവസം ഈ സാധനം വരത്തുമില്ല, നിങ്ങൾ വെളിയിറങ്ങാൻ വേണ്ട, അത് ദൈവത്തിന് വേണ്ടിയുള്ള ദിവസമാണ്. Because on 7th day, you shouldn't go outside. It's for the day of the Lord. ചോദ്യം, Question. ഈ 6-ാം ദിവസം 2 ഇടങ്ങഴി പെറുക്കി വെക്കുന്നു, അത് ചീത്തയായി പോകത്തില്ല? So the 6th day, when they grab 2 measures, that doesn't go bad. ഞങ്ങൾ ഇന്നലെ പെറുക്കി, ഞാൻ 2-3 പെറുക്കിയപ്പോൾ അത് പിറ്റേ ദിവസമായപ്പോൾ അഴുക്കായിപ്പോയി. When we grabbed one before, and the next day, next morning, it was bad. ഞാനത് ഈ 6-ാം ദിവസമായി ഇന്ന് 2 ഇടങ്ങഴി പിഴക്കിയപ്പോൾ അത് അതുപോലെ ഇരിക്കുക നാളത്തേക്കിന്. The 6th day, when I grabbed 2, it was still same. ഒരേ സാധനം ചീത്തയാക്കാനും ഉപയോഗിക്കുവാനും കഴിവുള്ള ദൈവമാ നമ്മുടെ ദൈവം. It's a God who you can, the same thing that he uses for good. ഒരേ ഉറവയിൽ നിന്ന് വരുന്നത് കൊണ്ട് നീയും നിന്റെ തലമുറയും നഷ്ടപ്പെടാതെ അനുഭവിക്കാനും പറ്റും. പക്ഷേ അന്നേക്കുള്ളത് മാത്രം നിൽക്കാനും പറ്റും. It is the same thing that's coming from the same rock, and it's good for today and tomorrow. എന്നാ അന്നും വില്ലന്മാരുണ്ട്, ഇന്ന് ചില വില്ലന്മാരെ പോലെ. 27-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. There's some people. എന്നാൽ 7-ാം ദിവസവും ചില അച്ചായന്മാർ ഇറങ്ങി പെറുക്കാൻ പോയി. In the 7th day, they also went outside to grab. എങ്ങനെയുണ്ട്? How's that? നീ ദൈവത്തെ ആരാധിക്കാൻ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞതാ. നിനക്ക് നീ ഇനിയും പോകരുത്, ഓവർ ടൈം ചെയ്യരുത്, Don't do വഴിയെ overtime. പോകുന്ന പണിയെല്ലാം നീ വലിച്ചു വെച്ച് 5 പൈസ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു വിട്ടതാ. Don't do too much. Don't do പക്ഷേ എവിടാ? overtime. But where? എവിടേലും ആരേലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടിയനിതാ എന്ന് പറഞ്ഞു പോയി ജോലി എടുക്കുന്ന വിശ്വാസികളുമുണ്ട്. Is there anybody else? And then there's believers who will go and grab it. ദൈവസന്നിധിയിൽ ചെലവഴിക്കാനുള്ള സമയമാണ്. It is a time to spend with the Lord. നീ ആലയത്തിൽ വന്ന് ദൈവത്തോട് സംസാരിക്കാനുള്ള സമയമാണ്. It is time to come to the Lord and speak to Him. 7-ാം ദിവസവും പെറുക്കാൻ ഇറങ്ങിയിരിക്കുക. At the 7th day, you have went out to grab. എടാ നീ ഇന്നലെ പെറുക്കിയില്ലായിരുന്നോ? Haven't you grabbed enough yesterday? പോരാ, പിന്നെയും പോരാ. It is not enough. എത്ര പെറുക്കിയാലും പോരാ. How much ever I grab, it's not enough. ശരിയല്ലേ? 6-ാം ദിവസം 2 ഇടങ്ങഴി പെറുക്കാൻ പറഞ്ഞു, കാരണം 7 കവർ ചെയ്യാൻ. 6th day, he told him to grab two measures. ഈ അച്ഛന പിന്നെയും രാവിലെ വെളുപ്പിനെ എണ്ണിച്ച് വന്നിരിക്കുന്നത് പെറുക്കാൻ വല്ലതും ഉണ്ടോന്ന്. This is the same person who came 7th day in the morning to see if there's anything left. പല ദൈവസഭകളിലും ഇങ്ങനെയുള്ള അച്ചായന്മാർ ഇന്നും ഇല്ലയോ, അമ്മായിമാരില്ലേ? Isn't there people like that in the churches Praise today? God. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിലും ചെറുടൊന്ന് മോനെ ഇപ്പം കിട്ടുന്ന സാഹചര്യമാണ്, ഇത് നാളെ ചിലപ്പോൾ കിട്ടത്തില്ലെന്ന് പറയുന്നവരെ എനിക്കറിയാം. It is the time right now, we won't get this chance again tomorrow. ഇപ്പോഴും ഓവർ ടൈമത്തിൻ്റെ അല്പ സമയമാണ്, ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടത്തില്ല. If this is the time of the overtime right now, ഓവർ after that ടൈം I can get it. കിട്ടത്തില്ല, പക്ഷേ ദൈവത്തെ പിന്നെ ആന്നേലും കിട്ടും.
We cannot get overtime again, but we can always get God again. സഭ പിന്നാന്നേലും നടക്കും, പക്ഷെ ഓവർ ടൈം കിട്ടില്ലേ? We can get church again, but overtime we cannot get. ഇപ്പൊ 1.5 തരുന്നതെന്ന് കേട്ട് Now we know that it's 1.5 now. പിന്നെ നമ്മളെ വല്ലതും കുറ്റം പറയാനുണ്ടോ? Can we blame ourselves? അബ്രഹാമിന്റെ കൊച്ചുമക്കൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നേ. Abraham's descendant had the same attitude. പറക്കാനിറങ്ങുന്ന ദിവസം When you come out to grab, സകല മഹത്വത്തിനും മാനത്തിനും യോഗ്യനാമിന് കൊടുക്കുവാനുള്ള ആരാധനയും ബഹുമാനവും നിന്റെ പ്രസൻസും കൊടുക്കാതെ നിന്റെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ദൈവപൈതലുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നതിൽ പറയട്ടെ, നീ വചനത്തിന് വിപരീതമായി ചെയ്യുന്നതെന്ന് മറക്കരുതോ. because you have to worship the Almighty Lord, whatever you're not going to come to the Lord, that you are against the word of God. പ്രസംഗിക്കാനും കേൾക്കാനും പ്രസംഗം പഠിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. Everybody can listen to the word and study the word. പ്രാർത്ഥിക്കുമ്പോൾ പറയും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ദൈവമേ എന്നാ വിളിക്കുന്നത്. Whenever you pray, you say God has provided with 5 loaves and 1. പക്ഷെ ഉള്ള ജോലിയും ഉള്ള ടൈമും പോരാ, പിന്നെയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. It's not enough for you. You want it again and again and again. ഞാനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്. I have learned one thing. 10 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 100 രൂപ കൊടുത്താൽ നമ്മൾ ഓരോന്നും ചെയ്യേണ്ടി വരുന്നേ. What we have to give $10, we are giving 100. എന്താണെന്നറിയാമോ? You know why? ദൈവത്തിന് കൊടുക്കാനുള്ള സമയം കൊടുത്താലും പലതും നേടിയതിൻ്റെത് കയ്യിലിരിക്കത്തില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Because we couldn't give time for the Lord, we couldn't keep the money into ourselves. It goes away. Praise God. Amen. Hallelujah. Amen. അഡ്മിഷന് ലക്ഷങ്ങൾ കൊടുക്കും. For admissions, you spend a lot of money. എവിടുന്നാ ഉണ്ടാക്കിയേ? Where did it come from? ഞാൻ രാത്രി ഉറക്കളച്ചൊക്കെ ജോലി ചെയ്തതാ. I have toiled day and ആരാധന night പോലും മുടക്കി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. without coming to the church. അങ്ങനെ ഈ കുഞ്ഞിനെ ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തത്. That's how I given him. ഒരു ഉദാഹരണം പറഞ്ഞതാ കേട്ടോ. I gave you an example. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, But I believe ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നു, this word teaches. നീ ദൈവസന്നിധിയിൽ സമയം കൊടുത്തിരുന്നെങ്കിൽ നിന്റെ ഈ 1,00,000 പകരം നിന്റെ കൊച്ചിനെ അല്ലാതെ ദൈവം അഡ്മിഷൻ കൊടുക്കുന്ന If you have ദൈവമാണ്. spent enough time for the Lord without giving this admission, God will take care of it. ദൈവത്തിന് സ്തോത്രം. Amen. ദൈവത്തിന് സ്തോത്രം. Amen. അധികം മരുന്ന് വാങ്ങിച്ച് കോപ്പേ കൊടുത്ത് കളയാൻ സമ്മതിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. Giving a lot of copay for medications is not the God I serve. ദൈവസന്നിധിയിൽ കൊടുക്കാത്ത സമയം എത്ര ഉണ്ടോ ആ ഉണ്ടാക്കിയതിന്റെ മുഴുവനും പൈസ ദൈവത്തിന് അറിയാം കേട്ടോ. Without giving to the Lord, the God knows how much you have made. ദൈവത്തിന് മഹത്വം. Amen. അങ്ങനെ After that, 7-ാം ദിവസം ഇറങ്ങുന്നവരെയും കണ്ടു. there was people who came out 7th day. Praise. എങ്ങനുണ്ട്? വേദനിക്കുന്ന ഹൃദയം ഉണ്ട് കേട്ടോ. There is a burning heart. അന്നും വേദനിക്കുന്ന ഹൃദയം ഉള്ള മോശ ഉണ്ടായിരുന്നു. There was a Moses who had a burdened heart, a എത്ര painful heart. പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത ചെവിയിലോട്ട് കയറാത്ത ജനമാണല്ലോ How much ever I said, they don't ഈ listen. അബ്രഹാമിന്റെ മക്കളിൽ കൊച്ചുമക്കളിൽ ഉണ്ടായതെന്ന്. These are the descendants of Abraham. ഇനിയും ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ന നിൽക്കുന്ന ഒരു സമയമുണ്ട്. After all of this, there's a time where the manna stops. 35-ാം വാക്യത്തിലുണ്ട് കേട്ടോ. 40 വർഷമാ. For 40 years. ഈ 40 വർഷം ഇവര് പന്നയ്ക്ക് പല പേരൊക്കെ കൊടുത്തു കേട്ടോ. For 40 years, they gave different names for manna. അത് വേറൊരു സമയത്ത് ചിന്തിക്കാം. We'll think about it later. ആദ്യം ഇത് കിട്ടിയപ്പോൾ എന്തോ ടേസ്റ്റിൽ അടിച്ചെന്നറിയാമോ? When it first came, how tasty it was. ഓരോ നാളങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ആർക്കും വേണ്ടാത്ത ഏതാണ്ടൊരു സാധനമായി മാറി. After time, it just became something nobody wants. Praise God. Amen. ദൈവവചനവും അങ്ങനെ തന്നെയാ. The word of God is also like that. കേട്ടു മടുത്തു. പിന്നെ എന്തോ പ്രത്യേകിച്ച് ഇനി എന്തോ മടിക്കാനാ, എന്തോ പറയാനാ. I've heard and what is new. നമ്മൾ റോമാലേഖനം കഴിഞ്ഞു കേട്ടോ. We have finished Romans. നിങ്ങൾ റോമാലേഖനത്തിന് ഡോക്ടറേറ്റ് എടുത്ത ഒത്തിരി ആൾക്കാർ സഭയിലുള്ളത് കൊണ്ട് ആ പലരെയും റോമാലേഖനം പഠിപ്പിക്കുമ്പോഴും വായിച്ചപ്പോഴും കാണാഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. There's a lot of people who take doctorate in പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണമേ, നിങ്ങൾ പഠിച്ചതിനപ്പുറത്തും ദൈവത്തോട് പക്ഷേ സംസാരിക്കാനുണ്ടായിരുന്നുണ്ടാവും. There's something more than you studied. God needs to talk to you. അത് കേട്ടവർക്ക് മനസ്സിലായി, അത് പഠിച്ചവർക്ക് മനസ്സിലായി. People who heard it understood and who said it. Praise you, Lord. Amen. ഇവിടെ പറയുന്നു 40 വർഷം For 40 years it says ഇത് here കൊടുത്തുകൊണ്ടിരുന്നു. that he gave this.
നീ എണ്ണിക്കൊടുത്താൽ ആ കണക്ക് വെച്ച് എണ്ണിക്കിട്ടും. If you give with count, you only get with count. ഇറച്ചി എണ്ണാതെ കൊടുത്തത് കൊണ്ട് ഇഷ്ടം പോലെ പിടിച്ചു തിന്നോണം. For the meat that was given without count, you can grab as much as you want. തീർന്നില്ല. It's not finished. മോശയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. He said to Moses, എൻ്റെ ജനത്തെ ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോകാൻ പോവാ, കാരണം എന്നെ തീറ്റിച്ചിട്ടുണ്ട് അവര്. I will bring your children to a place where honey and milk and honey grows, because he has fed me milk and honey. അവൻ ആർക്കും കടക്കാരനെന്ന് പാടുമ്പോൾ ഇത് ഓർക്കണം കേട്ടോ. When you sing that he's not in debt to anybody, അവൻ ആർക്കും കടക്കാരനല്ല എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇത്യാദി കാര്യങ്ങളോട് ഓർക്കണം. Remember this when you pray and you sing, that God is not in debt to anybody. ദൈവവൈതൽ മുടക്കുന്ന സമയത്തിന് തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. Whatever you spend for the Lord with time, that's how much God will അത് spend നീ for you. ഫൈനാൻഷ്യലി ആയാലും ഫിസിക്കലി or ആയാലും physically സ്പിരിച്വലി or ആയാലും spiritually, എന്തായാലും whatever it may be. വർഷങ്ങൾ കഴിഞ്ഞ് തലമുറയ്ക്ക് ദൈവം കൊടുക്കുമ്പോൾ അതനുസരിച്ച് കിട്ടുമെന്ന് മറക്കരുത്. After years that you have spent, that's how much they're going to get. Praise you God. Amen. അബ്രഹാം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. Abraham didn't know any of this. താൻ തൻ്റെ സിൻസിയാരിറ്റിയിൽ തനിക്കുള്ളതനുസരിച്ച്, അല്ലെങ്കിൽ അത് മതി, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കാൻ ഇത് മതി എന്നുള്ള തൻ്റെ ആ ഒരു സെൻസിൽ ചെയ്തു. പക്ഷേ തലമുറയ്ക്ക് അത് തന്നെ ലഭിച്ചു. He didn't know about what's going to happen to his future children. He only gave them what he thought what they needed. അത് മോൻ്റെ മക്കൾക്ക് ഒന്നും അല്ലായിരുന്നു. ഇത് മോൻ്റെ മക്കൾക്കാണ് ഇതൊക്കെ കിട്ടിയത്. It wasn't for his son, but it was for his generations after. എന്തായി വചനം നമ്മോട് പറയുന്നത്? What is this word talking to us? വീണ്ടും ഞാൻ എടുത്തു പറയട്ടെ. Let me tell this again. ദൈവവൈതലേ, ദൈവത്തെ പരീക്ഷിക്കരുത്. Don't test the Lord. നിന്റെ സമയം കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കരുത്. Don't test the Lord with your നിന്റെ time. പണം കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കരുത്. Don't test the Lord with your നിന്റെ money. പതിരിക്കുന്ന വാക്കുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കരുത്. Don't test the Lord with നിന്റെ your words. എക്സ്ക്യൂസ് കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കരുത്. Don't test the Lord നിന്റെ with your തലമുറ മേലെ അളന്നു കൊടുക്കുന്ന ഒരു ദൈവത്തോടെ നാം കളിക്കുന്നതെന്ന് മറക്കരുത്. We're serving the God who gives for your children. Praise you, Jesus. Amen. Hallelujah. Amen. അങ്ങനെ ഈ യാത്രയിൽ 40 വർഷം ഇത് കൊടുത്തെങ്കിൽ In this travel, he gave 40 years this 40 month. വർഷത്തിന് ശേഷം നിനക്ക് പാലും തേനും നിന്റെ വലിയപ്പൻ എന്നെ തീറ്റിച്ച് ഞാൻ തീറ്റിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. After 40 years, he's going to give you milk and honey, what your grandfather has given me. അന്ന് ഈ 3 പേർക്ക് കൊടുത്തതിൻ്റെ അകത്ത് എവിടാ ബാക്കി കടം ഇനിയുള്ള ഇത് തീർക്കാൻ? After what is given to these 3 people, what is the next debt that's left over? അപ്പത്തിന് മന്ന കൊടുത്തു. For the bread, he gave manna. നീ അന്ന് കാളക്കുട്ടി അർത്ഥന് നിനക്ക് ഇഷ്ടം പോലെ കാട തന്നു. For the calves, he gave the quail. നീ എനിക്ക് ഒരിടം കഴി തന്നപ്പോൾ ഞാൻ നിന്റെ മക്കൾക്കും അതുപോലെ കൊടുത്തു. When you gave me one measure, I gave your children that same thing. പാലും തേനും നീ എന്നെ തീറ്റിച്ചു. You given me milk and honey. നിന്നെ ഞാൻ ആക്കിയത് ആ ഒരു സ്ഥലത്താ. I'm going to send you over there. What an awesome God. നാം എത്ര വലിയ ദൈവത്തെ സേവിക്കുന്നതെന്ന് അറിയാമോ? Such an awesome God that we serve. നമ്മുടെ പൾസ് അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. The God who knows our heartbeat. നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ ഇപ്പൊ എന്തോ ദൈവം അറിയാനാ? Oh, what we ask, what അല്ല does God ദൈവമക്കളെ, know? നമ്മുടെ പൾസ് അറിയാവുന്നവനാ. The God who knows our heartbeat. തലയിലെ ഒരു മുടി കുളിക്കുമ്പോൾ കൊഴിഞ്ഞു പോയാൽ നമ്മൾ ദൈവം അറിയുന്നുണ്ട്. The Lord who knows the hair follicle that falls on the ground when we take a shower. Praise God. Amen. ചിലരൊക്കെ കുളിച്ചിട്ടിറങ്ങുമ്പോൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ബാത്റൂം നിറച്ച് മുടികളായിരിക്കും. When some people take a shower after coming out, it's all like the whole ഇത് place is കാണുമ്പോൾ filled ഞാൻ with hair. കർത്താവ് ഇത്രയും പ്രാവശ്യം ഇന്ന് രാവിലെ തന്നെ ഇത്ര അറിഞ്ഞെന്ന് ചോദിക്കും. How much you have known him with the hairs. സ്തോത്രം. Amen. ദൈവമക്കളെ, Amen. കൊടുക്കുന്നത് മടക്കി കിട്ടും. അതൊരു പക്ഷേ മോനും മോക്കുമായിരിക്കത്തില്ല. Whatever you give, you get back. It's not probably your children. മോക്കായിരിക്കും കിട്ടുന്നത് It's കേട്ടോ. probably not your son's son, but it's probably അതുകൊണ്ട് നീ generations after. ആയുസ്സോടിരിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു. As long as you live, give what is for the Lord. ഒന്നിനും കടം വെക്കാൻ നിൽക്കരുത്. Don't be in debt. Praise God. Amen. പ്രത്യേകിച്ച് സമയം, Especially time. ഇനിയുള്ള കാലങ്ങളിലൊന്നും സമയമില്ല. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. Let me ask you this one thing. ദൈവമക്കൾ എത്ര പേര് നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? How many of you think about your children? പാസ്റ്ററെ, എന്തൊരു ചോദ്യമാണ്. ഞങ്ങളുടെ തലമുറയെക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇതിനെ? What are you talking about? I'm not talking about your financial or your blessing of your kids. I am not. എനിക്കതൊന്നും പ്രശ്നമൊന്നുമല്ല. അതൊക്കെ
ദൈവം നടത്തും. ഒരു ചാൺ വയറിന് വേണ്ടി കർത്താവ് കരുതാമെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി നമ്മളെന്തിനാ നമ്മുടെ തലമുറയെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും പഠിച്ച് നല്ല ബുദ്ധി ഉണ്ടാക്കാനും? ഇതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. We're not talking about making them doctors or engineers. ഇതെല്ലാം ആവശ്യമാണെന്നുള്ളതേ This is ഉള്ളൂ. all needed. ഇതെല്ലാം സെക്കൻഡറി ആണെന്നുള്ളതേ This is ഉള്ളൂ. all in secondary. പ്രിയ ദൈവവേദലയെ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത്, വീണ്ടും ഇന്ന് പകൽക്കാലം ഈ വചനത്തോടുള്ള ബന്ധം ഓർപ്പിക്കട്ടെ. I want to remind you with this word. നീ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് കണ്ടാ നിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയായി വരുന്നത്. How much ever you spend time for the Lord, that's how much your children നീ will know. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലയത്തോട് കാണിക്കുന്ന ബഹുമാനമാണ് നിന്റെ തലമുറ ഭാവിയിൽ അനുഭവിക്കുന്നതെന്ന് മറക്കരുത്. The respect that you give to the temple of the Lord is നീ what your വന്ന് children will കൈയടിച്ച് see. നിന്റെ ശരീരത്തെ യാഗവസ്തുവായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് കണ്ട് 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 നിന്റെ തലമുറയായാൽ നിന്റെ തലമുറ രക്ഷപ്പെടും. When you clap your hands and you sacrifice your body as a living sacrifice, then your children നീ will see പുറകെ that. ഇരിക്കാനാ വരുന്നെങ്കിൽ നിന്റെ മകൻ വരുന്നത് വാതുക്ക നിൽക്കാനാ. If you come to sit in the back, your children will sit at the doorstep. നീ വാതുക്ക നിൽക്കാനാ വരുന്നെങ്കിൽ നിന്റെ മകൻ ഹല്ലേലൂയ പാർക്കിംഗ് ലോട്ടിൽ നിൽക്കാനാ വരുന്നത്. If you come to sit in the doorstep, your children will be sitting നീ in the parking പാർക്കിംഗ് lot. ലോട്ടിൽ നിൽക്കാനാ വരുന്നതെന്നുണ്ടെങ്കിൽ നിന്റെ മക്കൾ നിൽക്കുന്നത് വല്ലന്റെ അയ്യത്താ നിൽക്കുന്നത് നീ മറക്കരുത്. If you come to sit in the parking lot, your children will be sitting in somebody else's ഇത് പറയുന്നത് backyard. ദൈവവചനത്തിൽ നിന്ന്. I'm saying this from the word of the Lord. ഹല്ലേലൂയ. ദേവശം നീ വരുന്നത് ഏറ്റവും മുന്നിൽ നിന്ന് ദൈവത്തെ കണ്ണുനീരോടെ ആരാധിക്കുവാനാണെങ്കിൽ, If you come to in the front of the Lord and worship God with tears, നിനക്ക് വീണ് കിട്ടുന്ന സകല നിമിഷങ്ങളും നീ നിന്റെ പൈതലുമായിട്ട് നിന്റെ തലമുറയുമായിട്ട് കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ അറ്റ്ലീസ്റ്റ് പുറകിലെങ്കിലും പോയിരിക്കും. if they see that you and your family are coming to in the presence of the Lord with tears in their eyes to worship, he will at least sit in the back. പ്രിയ മാതാവേ, പിതാവേ, നിനക്കൊരു വലിയ ഉത്തരവാദിത്തം തലമുറയെ കുറിച്ചുള്ള നീ മറക്കരുത്. Dear father, dear mother, remember there's a great responsibility with your children. അതിന് പാല് വാങ്ങിക്കാനും അതിന് വസ്ത്രം ധരിക്കാനും വലിയ സ്കൂളുകളിൽ വിടാനും കാർ വാങ്ങിക്കൊടുക്കാനും അല്ല ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. With great milk you feed them or good schools that you send them. It's not why God has given you them. അത് ജാതികളും ചെയ്യുന്നുണ്ട് കേട്ടോ. Gentiles also do that. ജാതികൾ ചെയ്യുന്നുണ്ടോ? Gentiles also do that. നെഹ്റുവിനെ കുറിച്ച് പഠിക്കണം, പോയിട്ട് ചുമ്മാ ഗൂഗിളിൽ നോക്കണം നെഹ്റുവിന്റെ ലൈഫ്. If you looked at Nehru's life, രക്ഷിക്കപ്പെട്ടവനോ സ്നാനപ്പെട്ടവനോ സ്വർഗരാജ്യത്ത് പേരെഴുതിയവനോ അല്ല നെഹ്റു. he's not somebody who was baptized or his name written in the book of life. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. I never said not to take care of them. പക്ഷേ But നിന്നെ നോക്കുന്ന ഒരു തലമുറയാ നിന്റെ കയ്യിലിരുന്നാലും നീ മറക്കരുതോ. remember, they look at you, you remember that. വളരെ സങ്കടത്തോടെ പറയുന്ന കേട്ടോ. With a great saddening I say this. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയുന്നുണ്ടാവും? എന്തോ കരയെന്നറിയാമോ? Maybe you tear for them. I അവേ don't know എൻ്റെ how much. കുഞ്ഞിനെ ആരും വെടിവെക്കല്ലേ, അവൻ പോയിച്ചു വരുമ്പോൾ സമാധാനത്തോടെ വരണമേ, അവൻ കഞ്ചാവ് അടിക്കല്ലേ, അവൻ ഇത് ചെയ്യല്ലേ, അവൻ ഡ്രഗ് ഉണ്ടാകില്ലേ, കുഞ്ഞിനെ കരുതണമേ, ഇതൊക്കെ ആയിരിക്കും We pray പ്രാർത്ഥിക്കുന്നത്. that he doesn't get addicted to drugs or marijuana or alcohol. അവൻ സിക്കാകല്ലേ, Oh Lord, he അവൻ doesn't നല്ല get sick. പൈതലാകണേ, എന്നെ And let him അനുസരിക്കണേ. be a good child and obedient to me. ഇത് ജെൻഡയിലും ചെയ്യുന്നതാ കേട്ടോ. This Gentiles also pray like that. അവരും പോകുമ്പോൾ ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചൊക്കെ വിടുന്നത്. They also do some rituals and bless the children. ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ദൈവത്തെ മറക്കരുത് നീ കേട്ടോ. If you stay with this prayer, you don't forget Abraham's God. ഇന്നിന്റെ തലമുറ നിത്യതയിൽ കാണുമെന്ന് എങ്ങനെ അറിയാം? How do you know your children will be seen in eternity? എൻ്റെ പ്രിയ സഹോദര സഹോദരി, നാളെ നിന്റെ ജീവിതം ഇവിടെ നിലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആത്മീയ കാര്യം എങ്ങനെയായിരിക്കും? If you finish over here, dear children of God, how is your spiritual life for your children? അവർക്ക് എങ്ങനെ നീ ഫീഡ് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. Don't worry about who will feed them. ഹല്ലേലൂയ. സെക്ഷൻ 8 എന്നൊരു സാധനമുണ്ട് ഇവിടെ. There's this thing called Section 8. ഫുഡ് സ്റ്റാമ്പ് എന്നൊരു സാധനമുണ്ട്. There's food stamps here. അവരെങ്ങനെങ്കിലും ഒക്കെ ഒരു കുപ്പൂസ് വാങ്ങിച്ചാന്നല്ലേ അവർ കഴിഞ്ഞോളും. They will live however, even if it's a loaf of bread. വാട്ട് അബൌട്ട് ഹിസ് സ്പിരിച്വൽ ലൈഫ്? What അവന്റെ ആത്മീയ ജീവിതം എന്തുവായിരിക്കും? അവന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയെന്ന് നിനക്കറിയാമോ? Do you know if his name is written in the book of നീ life? എഴുതിയാൽ നിൽക്കാൻ തക്കവണ്ണം ഉള്ളത് നീ അവന് വല്ലതും കൊടുത്തിട്ടുണ്ടോ, കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? Have you given him anything that even നീ if it's നിന്റെ written in the book of തലമുറയ്ക്ക് ഒരു life? മോഡലായി നിന്നിട്ടുണ്ടോ? Have you been a model to your children? Amen. Praise God. Amen. Praise God. Amen. Praise God. Hallelujah.
ഇന്ന് പകൽക്കാലം ചിന്തിക്കണേ ദൈവപൈതലേ, Today, this morning, please think. എന്നെ ഒത്തിരി ഭയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റായത്. It is a thing that I'm very afraid of. കുഞ്ഞുങ്ങളെ കാണാൻ നല്ലതാ. Children are very good അവരുടെ looking. കളി ചിരി ലാളന എടുത്തുകൊണ്ടിരിക്കുക, അവൻ്റെ കൂടെ കിടക്കുക, കുറേ സമയം സ്പെൻഡ് ചെയ്യുക, വളരെ സന്തോഷമാണ്. Spending time with them, their laughters are all fun. അതേ സ്ഥാനത്ത് നീ ആ കുഞ്ഞിൻ്റെ കണ്ണി നോക്കിയിട്ട് നിന്നോട് ചോദിക്കണം, എൻ്റെ കുഞ്ഞ് നിത്യതയിൽ കാണാൻ എന്താ വഴി? Look at them in the eyes and talk to yourself, what is the reason that they need to be seen in എന്നിൽ eternity? വ്യാപരിക്കുന്നതിൻ്റെ ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ് ഈ കുഞ്ഞിന് ലഭിക്കാൻ എന്താ കാര്യം? എങ്ങനെയാ വഴി? What do I do for that child to receive the double portion of what I have? സ്തോത്രം. Amen. എലീശ ഏലിയാവിനോട് ചോദിക്കുന്നു, asking Elijah, നിന്റെ ഡബിൾ പോർഷൻ എനിക്ക് വേണം. I want your double portion. നീ എന്തോടാ ഇത്ര വലിയ, ഞാൻ ഒരു പോർഷനും കൊണ്ടാണ് നടന്നത്, നിനക്ക് ഡബിൾ പോർഷൻ വേണോ? Oh, what are you, Elijah? You're saying, Elisha, you're saying that you need 2 portions. I only have 1. അതെ സാർ, അതിന് വേണം, എനിക്ക് വേണം. Oh, I need it, sir. എന്താ കാര്യം? Why is that? എൻ്റെ മടക്കി യാത്ര നിന്റെ യാത്രയെക്കാട്ടിലും കഠിനമായതുകൊണ്ട്. Because my return is much harder than yours. Praise God. Amen. എൻ്റെ മടക്കി യാത്രയും My return, എനിക്ക് ഇനി ആരുമില്ലാതിരിക്കെ, that nobody is there with me. ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. Till now you were with me. പക്ഷേ ഇനിയുള്ള യാത്രയിൽ നീ എനിക്കില്ല. Now in all my travels, my journey, you're not നീ there. എടുക്കപ്പെടാൻ പോവുകയാ. That you are going to be ascended. അതുകൊണ്ട് എനിക്ക് ഡബിൾ പോർഷൻ ഉണ്ടെങ്കിലേ എനിക്ക് നിന്റെ സിംഗിൾ പോർഷനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. If only have the double portion, can I act like your single portion that you have? നിനക്ക് നിന്റെ എനിക്ക് നിന്റെ ഡബിൾ പോർഷൻ ഉണ്ടെങ്കിലേ എനിക്ക് ഒരു പോർഷനായിട്ട് അത് റിസൾട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. That only I have your 2 portion that I can result as 1 portion of മടക്കി yours. യാത്ര അറിയാമെന്നവൻ ചോദിക്കും എനിക്ക് ഡബിൾ പോർഷൻ വേണം. My return journey, who knows, will say that I need double portion. എൻ്റെ ഭാവിയുടെ തലമുറ അറിയാവുന്നവൻ ദൈവസന്നിധിയിൽ മറ്റുള്ളവൻ ചെലവഴിക്കുന്നതിനെക്കാട്ടിലും 4 മണിക്കൂർ 4 ദിവസം 4 ഇരട്ടി കൂടുതൽ ചെലവഴിക്കും. കാരണം ഹല്ലേലൂയ, ഞാൻ വന്ന പോക്കല്ല, എൻ്റെ തലമുറയുടെ പോക്ക. You will multiply that and you will pray more 4 times than if you knew the future of your children. Praise you God. ദൈവസന്നിധിയിൽ സമയം ചെലവഴിപ്പാൻ നാം ഒരുങ്ങണം കേട്ടോ. We should spend time with the Lord, that we should be ready for that. Invest time with God. ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കണം. Invest time with the Lord. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിന്റെ Isaiah 13-14 വാക്യങ്ങൾ. Isaiah 50. 58 chapter 58 13 and 14. കണ്ടോ, invest time with God. കർത്താവായിട്ട് സമയം ചെലവഴിക്കണം. ഇവിടെ പറയുന്നു, Here it says, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ the നിന്റെ കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തു വെക്കാതെ, അതാ നമ്മൾ മുമ്പേ കേട്ടത്, 6-ാം ദിവസം പെറുക്കി വെക്കണം. For that holy day, that doing your pleasures, like we have said before, because grabbing everything. അന്നേരം നമ്മൾ കേട്ട് 7-ാം ദിവസം ഇറങ്ങിയ അച്ചായന്മാരുണ്ട്. There was people who came out on the 7th day to grab. ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ഒരു ദൈവസന്നിധിയിൽ നീ വരുന്നത് സന്തോഷമെന്നും, That it is a pleasure to come to the Lord. അത് വിശുദ്ധ ദിവസത്തെ സഭായോഗമായി ബഹുമാനയോഗ്യമായി ആദരിക്കുകയും ചെയ്യണം. In my holy day, and call that the Sabbath day, delighting in it and honoring it. അന്ന് നീ നിന്റെ ജോലികളൊന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട. Don't do any special duties that day. Praise God. Hallelujah. അങ്ങനെ നീ ചെയ്താൽ, If you do it like that, നിന്റെ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അറിയും. the Lord will uphold you and the Lord will know you. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവരെ ദൈവം അറിയത്തില്ലേ? So if anybody who doesn't do this, God doesn't know. സൗദി അറേബ്യയിലെ ഒരു അറബി, In Saudi Arabia there was an Arabi. അദ്ദേഹമാണ് ലോകത്തിലേക്കും ഏതാണ്ട് ട്രില്യൻസിന്റെ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ഭവനമുള്ള ഒരു വ്യക്തി. He's a man who has trillions and trillions of dollars with gold plated home. അദ്ദേഹത്തിന്റെ വീട് കംപ്ലീറ്റ്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ്. His house is completely filled with gold. അദ്ദേഹത്തിന് 7 പ്രൈവറ്റ് ജെറ്റുകൾ തന്നെയുണ്ട്, അത് സ്പെഷ്യൽ ആയിട്ട് മേഡ് ചെയ്തത്. He has 7 private jets that he have custom made it.
അദ്ദേഹം ഈ യേശുവിൻ്റെ സന്നിധി അല്പസമയം ചെലവഴിച്ചിട്ടാണോ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടത്? Do you think that he spent രാവിലെ time എണീച്ച് with Jesus, ദൈവസന്നിധിയിൽ that's why he എവിടെയെങ്കിലും got സഭയുണ്ടോ എന്ന് നോക്കി, അല്ലെ വൈകിട്ടത്തെ ആരാധന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അന്വേഷിച്ചിട്ട് പോയിട്ടാണോ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത്? that he came to the church one day and went to find if there's a church on Saturday or Sunday? Is that why he got blessings? അവരും ഖുരേശികൾ ആരാധിച്ച ഖുരേശികളുടെ ഒരു ദൈവം ഉണ്ടായിരുന്നു, അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. He's still worshiping the God of Qurayshis. Praise God. Amen. ഇവിടെ പറയുന്നത് ഒരു ദൈവപൈതലിനോട് പറയുന്നതാണ്. Here it says to a child of God. തെരഞ്ഞെടുക്കപ്പെട്ട വേറൊരു സിയോൻ യാത്രയ്ക്ക് യാത്ര ചെയ്യുന്നവരോട് പറയുന്നതാണ്. One who's chosen, who's ready for that Zion travel. കമ്പാരിസൺ ചെയ്യാൻ പറയല്ല. It's not to compare each other. ഇവിടെ പറയുന്നത് നീ യഹോവയിൽ പ്രമോദിക്കുമെന്ന. That you will delight in the Lord. അടുത്ത 14-ാം വാക്യം എന്താണെന്നറിയാമോ അവിടെ പറയുന്നത്? ഞാൻ നിന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും. പല പ്രവാചകന്മാരും പറയുന്ന ഒരു സ്റ്റൈൽ വാക്കായതല്ലേ? It is many prophets have said this. എന്നിട്ട് നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വാക്കുകളല്ലോ ഈ പറയുന്നത്. For the mouth of Jehovah hath been spoken. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അത് ഒരിടത്ത് മാത്രമല്ല. Time with the Lord, the word teaches that. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരാം. Acts of the Apostles. 2-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം, 2:46 Book of Acts. അപ്പോൾ ആദ്യം വായിച്ചത് അത് പഴയ നിയമത്തിലാണ് പാസ്റ്റർ. That's Old Testament, pastor. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് പറഞ്ഞിരിക്കുന്ന സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. The Old Testament says about for the Jews. അല്ല സഹോദരാ, പുതിയ നിയമത്തിലും ഉണ്ട്. No brother, it's also there in the New Testament. ഒരുമനപ്പെട്ട ദിനം പ്രതി ദൈവത്തിന്റെ ആലയത്തിൽ കൂടി വന്ന് സമയം ചെലവഴിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു. That God is looking for the ones who are continually steadfast with കാലം മാറി, ഇപ്പോൾ ഇന്റർനെറ്റിൽ കൂടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. Now they're worshiping God in the internet. കൂടി വരാൻ സമയമില്ലെന്നേ. Nobody has come to എന്താ കാര്യം? ഒരു മഴ വരുന്നതായിട്ട് തോന്നുന്നു. Because I think there's a rain coming. തണുപ്പ് കാലം തുടങ്ങി കേട്ടോ, ഇനി 6 മാസം അതിനു വേണ്ടിയാ. Now with the winter is coming, 6 months. കുനിഞ്ഞു കൂടിയിരിക്കാൻ പറ്റിയ സമയമായി. Now it's time to bow down your head and stay there. ഇനി പല മൂക്കിപ്പനികളും വരാനുള്ള സമയമായി. Now new things are coming up. ദൈവത്തിനെല്ലാം അറിയാമല്ലോ. Oh, God knows everything. വല്ല സുഖമുണ്ടേ അങ്ങ് വന്നേനേമായിരുന്നു. If I had any wellness in my body, I would come. ഇത് പറയുന്ന സീസൺ ഇനി അടുത്ത 6 മാസം സീസൺ. Now this is the season that's going to come the next 6 months. ഓരോന്നിനും ഓരോ സീസണാ. Everything has a new. ഈ 6 മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൂർ പോകുന്ന ഒരു സീസൺ ഉണ്ട്. After 6 months, there's a time for the going vacation. ഇപ്പോഴൊക്കെ അല്ലേ എവിടെയെങ്കിലും പാനൊക്കെ ഉള്ളൂ. Now is the only time we can go somewhere, is what they say. അപ്പൊ സിക്കിന് ഒരു സീസൺ, for sick. ടൂറിന് ഒരു സീസൺ, for vacations a season, വെതറിന് ഒരു സീസൺ, കുഞ്ഞുങ്ങളുടെ പഠിത്തം തുടങ്ങിയ ഒരു സീസൺ, for children's education, കുഞ്ഞുങ്ങൾ അടയ്ക്കുന്ന ഒരു സീസൺ, for the closing of the schools. ആരാധിക്കാൻ ഒരു സീസണും ഇല്ലെന്നേ. There is no season to worship. ഇതാണോ സീസൺ? Is that the season? Praise God. Amen. ദൈവത്തിന്റെ ആലയത്തിൽ വരാൻ അത് പിന്നാട്ടുന്നേ. To come to the presence of the Lord, let that be later on. ഇതിനോട് ചെയ്യുന്ന വഞ്ചനയാകട്ടോ. There is a betrayal to do that against this. ഇത് അനുഭവിക്കുന്നത് നമ്മളല്ല. It's experience, not us. ഒരു പക്ഷേ നമ്മുടെ തലമുറയിൽ ഇത് വരാതിരിപ്പാനാണ് ഇതിപ്പോഴും പറയുന്നത്. It is not that like it may come upon your children. ഇല്ലെങ്കിൽ തലമുറയുടെ തലമുറ ദൈവസന്നിധിയിൽ പോലും കാണില്ല. അവരാരായിരിക്കുമെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. Children won't even come be seen in the Lord. We won't even know where they are. ആൺപിള്ളാർ പോയി കെട്ടുന്നത് ഏത് സൈസിനെയാണെന്നോ പെൺപിള്ളാർ ആരോടാ പോകുന്നതെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. We won't know which the boys are going to marry, what type of person, or the woman where they're going to go. അവർ ഏത് ദൈവത്തിൽ ഉണ്ടാകുന്നു ദൈവത്തിന് മാത്രം അറിയാം. Who they worship, the God only knows. അതുകൊണ്ടാ ഈ വചനം കൂടെ കൂടെ പറയുന്നത്, നീ വാ, നീ യാഗം കഴിക്കുക, നിന്റെ സമയം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നിന്റെ തലമുറ അത് കാണും. റിപ്ലൈ ഇല്ലെങ്കിൽ, റെസ്പോൺസ് ഇല്ലെങ്കിൽ നിന്റെ തലമുറ അത് കാണും. That's why it says again and again, you come, you worship, you sacrifice so that your children will know. എന്നിട്ട് പറയണം, അവൻ ആർക്കും കടക്കാരനല്ല. Then you say that God is not in debt to anybody. നിന്റെ ഇന്റൻഷൻ കണ്ടിട്ട് വേണം ദൈവം തീരുമാനമെടുക്കുവാൻ നിന്റെ തലമുറ ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യം. Your intention should be shown that that God decides where your children's direction would be. സ്തോത്രം. Amen. ഒരു കൂട്ടരുണ്ട്,
There's one group of people. അതൊക്കെ ദൈവം നോക്കിക്കൊള്ളൂന്നേ. Oh, God will take care of that. കുഞ്ഞുങ്ങളെ ദൈവം തന്നെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ മോനെ നീ വിഷമിക്കേണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളൂ. Oh, don't worry about it. If God gave you the kids, ഈ God will take പറഞ്ഞ care of ആന്റിയും it. കാണത്തില്ല, അന്നേരം ഈ അച്ചാനും കാണത്തില്ല. The one who said this auntie and this uncle won't be there. കേട്ടോ, നമുക്കും സമാധാനമായി. Oh, we heard it and we're satisfied. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണമേ, But one thing you need to understand. അളന്നു കൊടുക്കുന്ന ഒരുവനാ നമ്മുടെ ദൈവം എന്ന് There's a മറക്കരുത്. God who gives with measure. So invest time with God. So spend time with the Lord. രണ്ട്, ഇൻവെസ്റ്റ് ടൈം വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ Invest time പഠിപ്പിക്കുന്നു. in fasting and praying. മത്തായി സുവിശേഷം 17 അധ്യായത്തിന്റെ 21 വാക്യം. Matthew 17 verses 21. 17 verse 21. വേറൊരാൾക്ക് 6 അധ്യായത്തിന്റെ 6 വാക്യം. 6 verse 6 വേറൊരാൾക്ക് വായിക്കാം. മാത്യു തന്നെ. നിങ്ങൾക്ക് കണുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ If you had a faith the size of a mustard seed, നിങ്ങൾ മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. if it moves പക്ഷേ from here, ഇത് മാറ്റിപ്പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ ആവശ്യമായി എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. if you ചില പ്രത്യേക വിഷയങ്ങൾ ജീവിതത്തിൽ മാറണമെന്നുണ്ടെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയുമാണ്. സ്പെൻഡ് ടൈം വിത്ത് ഗാഡ് വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. if something needs to move away from your family, then you need to spend time with fasting and prayer. അടുത്തത് 6 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ എന്താ പറയുന്നത്? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ പ്രാർത്ഥനയിൽ സമയം സ്പെൻഡ് ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ And you need to spend time with the Lord that Praise the word God. teaches. ഹല്ലേലൂയ. എത്രമാത്രം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുവെന്ന് How much time do I spend? നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കണം That കേട്ടോ. this morning we have to evaluate ourselves. പ്രൈസ് ഗാഡ്. Amen. കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം തരുന്ന ദൈവമാണ്. God who gives healing to your children. ഹല്ലേലൂയ. Amen. മഞ്ചത്തെ തൊട്ടിട്ട് ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞ God ഒരു who touched ദൈവമാണ് the നാം സേവിക്കുന്ന coffin ദൈവം. and said, "Child, wake up." നിന്റെ പൈതലിന് സൗഖ്യമില്ലായെങ്കിൽ ആലയത്തിൽ വന്ന് സൗഖ്യമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. Your child, if he's sick, come to the presence of the Lord. Understand നിന്റെ that there's healing ഭാര്യയ്ക്ക് there. സൗഖ്യമില്ലായെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ആലയത്തിൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കണം. That you need to believe that there's a healing in the presence of the നിന്റെ Lord. If your wife ശരീരത്തിന് is sick, സൗഖ്യമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ വിശ്വസിക്കണം, ഞാൻ പോകുന്ന ആലയത്തിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. believe that your temple that you attend, that if you're sick, that God will heal you. അടുത്തത്, ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. നിനക്ക് കിട്ടുന്ന ധനത്തിന്റെ ഒരു ഭാഗം ദൈവരാജ്യത്തിന് വേണ്ടി ചെലവാക്കണം. Invest your money in the kingdom of God. മത്തായി 6:19-20 വാക്യങ്ങൾ വായിക്കാം. Matthew 6. പുഴുവും തുരുമ്പും കെടുക്കുകയും എന്ന് പറഞ്ഞാൽ എടുത്തു കളയുകയും Let not നശിപ്പിച്ച് കളയുകയും കള്ളന്മാരെടുത്തോണ്ട് പോവുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിന്റെ സ്വരൂപം വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് എല്ലാം ബാങ്കിൽ ഇടാതെ ദൈവനാമത്തിന് വേണ്ടി കുറച്ച് കൊടുക്കണമെന്ന് അർത്ഥം. അങ്ങനെ ചെയ്യുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ധാരാളം ജനമുണ്ട്. പ്രൈസ് there's a ഗോഡ്. lot who give for the Lord. ഇവിടെ പറയുന്നു, where moth or rust doeth consume, where thieves do not break through nor steal. ഇവിടെ പറയുന്ന സ്വർഗത്തിൽ അതൊക്കെ നിക്ഷേപിക്കാനൂടെ പഠിക്കണം. That you should invest that in the kingdom of God. സദൃശവാക്യം 3 അധ്യായത്തിന്റെ 27 വാക്യം കൂടെ ഒന്ന് വായിക്കാം. Proverbs 3:27. അവിടെ പറയുന്നത്, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ, നാളെ വൈകിട്ട് വരാമെങ്കിൽ ഞാനത് ചെയ്തു തരാമെന്ന് പറയാതെ ഉള്ളപ്പോൾ തന്നെ കൊടുക്കണമെന്നർത്ഥം. That you shouldn't say that I'll come, if I come tomorrow I'll do it, but if you have it right now, you do it now. Praise God. അതിന് യോഗ്യന്മാരായി തീർന്നവർക്ക് ചെയ്യാൻ മറക്കരുത്. That who's worthy, you do it for them. ദൈവമക്കളെ, നമുക്ക് ഈ യോഗ്യന്മാരെ എങ്ങനെയാ കണ്ടാ മനസ്സിലാക്കുന്നേ? How do you know who's worthy? കീറിയ ചെരുപ്പാതെ നമ്മളായിരിക്കും പാവം. Or if you say, if he ചില has വില്ലന്മാരുണ്ട്, broken salad, മോശമായ തുണി ഇട്ടുകൊണ്ടേ വരത്തുള്ളൂ. there's some people who only wear ചിലർ rugged- വിസിറ്റിങ്ങിന് വരുമ്പോൾ ഈ വാച്ച് പോലും കെട്ടത്തില്ല. ഇതെല്ലാം ഊരി മാറ്റി നിവർത്തിക്കൊണ്ടേ പോക്കറ്റ് പോലും വലിച്ചു കീറിക്കൊണ്ടേ വരത്തുള്ളൂ. എന്താണെന്നറിയാമോ? Some people who come for visiting, they won't even bring the watch and പാവത്തിനൊരു വാച്ച് പോലും ഇല്ല. and will be empathizing that they don't have any watch. പണ്ടൊരാട് ഞാൻ ചോദിച്ചു, വാച്ചില്ലേ? I asked somebody, there's വാച്ചുണ്ട്, ഞാൻ watch. കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ, വീട്ടിൽ വെച്ചിരിക്കുക നാട്ടില്. I didn't bring it, he said. എന്താണെന്നറിയാമോ? You know why? ഈ വരവിൽ എവിടുന്നേലും ഒരെണ്ണം വീണ് കിട്ടിയാൽ നല്ലതല്ലേ? If I get one this time, it would be great.
ഉള്ളങ്ങളെ തൂക്കി നോക്കുന്നൊരു ദൈവമുണ്ട്. The Lord who measures the inwards of your heart. ദൈവമക്കളെ, വസ്ത്രം കണ്ടല്ല ഒരുവന്റെ ഇല്ലായ്മ മനസ്സിലാക്കേണ്ടത്. Children of God, you shouldn't look at somebody's lack because നമ്മുടെ of what മുന്നേ he വന്ന് wears. അവന്റെ സങ്കടം പറയുമ്പോഴല്ല അവനില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടത്. When he comes in front of you and says that he doesn't have anything, ഞാൻ then you പ്രാരംഭത്തിൽ don't know. ഓർപ്പിച്ചതുപോലെ As I've said in the beginning, ഒരുവന്റെ വയറ് കീറി നോക്കിയിട്ടല്ല അവന് വിശപ്പുണ്ടോ നോക്കേണ്ടത്. you shouldn't rip open his stomach to see if he's hungry or not. നീ ആത്മാവുള്ളവനാണെങ്കിൽ മറ്റുള്ളവന്റെ കാര്യങ്ങൾ നീ അറിഞ്ഞിരിക്കും. If you have the Spirit of the Lord in you, you will understand that person's ദൈവത്തിന് sorrow. മഹത്വം. Amen. നമ്മുടെ ഇടയിൽ തന്നെ ആവശ്യമുള്ളവരുണ്ട്. There's many who in need of it among us. നമ്മുടെ ഇടയിൽ ആഹാരം വേണ്ടിയവരുണ്ട്. There's people among us who needs food. നമ്മുടെ ഇടയിൽ സഹായം വേണ്ടിയവരുണ്ട്. There's people among us who need help. Praise God. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. Oh, I didn't know about it. Nobody said anything to me. അത് മനസ്സിലാക്കാനുള്ള ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. You should pray for the presence of God to understand. ഞാൻ അറിഞ്ഞില്ലല്ലോ വിശന്നിരിക്കുന്നു എന്നുള്ള കാര്യം. Oh, I didn't know he was hungry. ഞാൻ അറിഞ്ഞില്ലല്ലോ വണ്ടിക്കൂലി വേണമെന്നുള്ള കാര്യം. I didn't know he needs fare ഞാൻ for a ചോദിച്ചപ്പോൾ bus. എന്നോട് പറഞ്ഞു എവരിതിങ് ഓക്കെ ആണെന്നല്ലേ പറഞ്ഞു. പിന്നെ നിന്നോട് എന്തോ പറയണ്ടേ, കിടന്നൊക്കെ നെഞ്ചത്തടിച്ച് കരയണോ? What should he say? Like he should beat his chest and tell you? It's not like that. It's not the way. ഈ ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം You കേട്ടോ. should pray to have the Spirit നമ്മുടെ ഇടയിൽ among us. ആവശ്യക്കാരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. That there's many among us that need. തമിഴ്നാട്ടിലും There's ആന്ധ്രയിലും ഉള്ളവരെ മാത്രമല്ല, in Andhra, ആന്ധ്രാപ്രദേശ്, Andhra Pradesh. തമിഴ്നാട് ഓർ എനി അതർ, അവിടെ ഉള്ളവരുടെ വിശപ്പ് മാത്രമല്ല, That you should only നമ്മുടെ ഇടയിൽ ആവശ്യമുള്ളവരുണ്ടെന്ന് ആദ്യം നോക്കണം കേട്ടോ. that you should not only look for people in the other states, but also among us that they need help. ഇവിടെ പറയുന്നത് Here it ഇൻവെസ്റ്റ് says, യുവർ മണി. Invest your money. ലാസ്റ്റിലായിട്ട് പറഞ്ഞു നിർത്തട്ടെ, At the end, I'm closing. ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഫോർ അതേഴ്സ്. നിന്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുവാൻ. Invest your time for others. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. Hebrews 1 verse 1 and 2. 1 and 2. സഹോദര പ്രീതി നിലനിർക്കട്ടെ. Let the love, അതിഥി സൽക്കാരം മറക്കെ. let the ഇതൊക്കെ love ഇച്ചിരി of brother പാടാ. continue. ഇവിടെ എവിടാ സമയം ഇതൊക്കെ കൊടുക്കാൻ? Oh, where is there time to give all this? കൊടുക്കുന്നവർക്കായി സ്തോത്രം. I thank God for the ones who give. ദൈവമക്കളെല്ലാം ചെയ്യുന്നവരാണെന്ന് ഞാൻ അറിയുന്നു. I know that you all do. എങ്കിലും വചനം പറയുമ്പോൾ ഒരാളോട് പറയാൻ ഒക്കത്തില്ലല്ലോ, രണ്ടുപേരോട് പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. പറയുമ്പോൾ വചനം പറയണമല്ലോ. I have to speak the word. I ഇവിടെ can't just പറയുന്നു, one നീ person അതിഥി twice പ്രീതി everybody. നിനക്ക് നല്ലതാ. സഹോദര പ്രീതി, നിന്റെ സഹോദരനെ സ്നേഹിക്കാനുള്ള സ്പെൻഡ് ടൈം വിത്ത് യുവർ ബ്രദർ ആൻഡ് ഫാമിലി. ഫാമിലി ഉദ്ദേശിക്കുന്നത് എന്തറിയാമോ? നമ്മൾ ഉപ്പാപ്പന്റെ വീട്ടിലൊക്കെ പോകും, എന്നാൽ ഒരു സഹോദരന്റെ വീട്ടിൽ പോകാൻ സമയമില്ല. We will go to our cousin's house, but not our brothers. കർത്താവിന്റെ വചനം പറയുന്നു, സ്പെൻഡ് ടൈം വിത്ത് അതേഴ്സ്. ദൈവത്തിന് സ്തോത്രം. says, ഹല്ലേലൂയ. spend time with one അടുത്ത വാക്യം എന്താ പറഞ്ഞറിയാമോ? ചിലർ അറിയാതെ Forget കണ്ടോ? not to show love unto stranger, for thereby some have entertained angels unaware. അബ്രഹാം ഒരിക്കലും വിചാരിച്ചില്ല ഈ വന്നത് മൂന്നും ഒന്ന് ദൈവവും രണ്ട് ദൂതന്മാരും ഒക്കെ ആണെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. Abraham didn't know this was two angels ആ and God. സാഹചര്യം അനുസരിച്ച് കൾച്ചർ അനുസരിച്ച് അങ്ങനെ ചെയ്തു. നല്ല മനസ്സിന്റെ ഉടയവനായിട്ട് ചെയ്തു. According to the circumstance and the culture, he just did it because he was a owner of a good heart. ഫിലിപ്പിയൻസ് 2-ാം അധ്യായത്തിന്റെ 3-4 ഒന്ന് വായിക്കാമോ? verses 3 and 4. ഫിലിപ്പിയൻസ് 2-ാം അധ്യായത്തിന്റെ 3-4. വേറൊരാൾക്ക് ജോൺ 15 വേർഡ് 12 and 13 കൂടെ വായിക്കാം. ആ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠനായി എണ്ണിക്കൊള്ളട്ടെ. എന്ന് പറഞ്ഞാൽ Do nothing through faction or through vain glory, but in lowliness of mind, each counting other better than himself. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? You know what it means? വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് As short, ഒരാൾ നിർബന്ധിച്ചൊന്നും കൊടുക്കണ്ടെന്നർത്ഥം. don't give because somebody is. ഒരാൾ നിർബന്ധിച്ച് സ്നേഹിക്കണ്ടെന്ന്. Don't give somebody because of അത് vain നിന്നിൽ glory. തന്നെ ഉണ്ടായി വരണം. That you should have it on your own. അടുത്ത വാക്യം എന്താ പറഞ്ഞറിയാമോ? 4-ാമത്തെ വാക്യം, In verses 4, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, don't look out for only your own, മറ്റുള്ളവന്റെ ഗുണം കൂടെ but take നോക്കട്ടെ. an interest in others too. ഇൻവെസ്റ്റ് ടൈം വിത്ത് അതേഴ്സ്. Praise God. Each other where to spend time even. ജോൺ 15 വേഴ്സ് 12 13 ഒന്ന് വായിക്കാമോ? John 15. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ
This is my commandment, that you love one another even as I have loved you. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം Greater love hath no man than this, that a man lay down his life for his friends. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? What does this mean? Spend time for others. Spend your time for other മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Spend your time for others. Let God help us do that. പ്രിയ ദൈവമക്കളെ, മറന്നു പോകരുത് കേട്ട വചനം. അവൻ ആർക്കും കടക്കാരനല്ല. നീ എണ്ണിക്കൊടുത്താൽ നിനക്കും എണ്ണിക്കിട്ടും. നീ മെഷർ വെച്ച് ദൈവസനയിൽ വന്നാൽ സൺഡേ മാത്രം ദൈവത്തിന്, ബാക്കിയെല്ലാം ഓരോന്നിനും മാറ്റി വെച്ചാൽ നിൻ്റെ തലമുറകളിലും ദൈവം ഈ പണി തരും കേട്ടോ. സൺഡേ മാത്രം ഇറങ്ങുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്ന ഒരു ദൈവം. എനിക്ക് സാഹചര്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ, ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം, സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ, ഞങ്ങൾക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ലേ, എനിക്ക് സാഹചര്യം ഞാൻ വരാഞ്ഞേ. നമ്മൾ ഈ പറയുമ്പോഴും അറിയുന്ന ഒരുവനുണ്ട്, സാഹചര്യം ഉണ്ടായിട്ടും അത് സാഹചര്യം ഇല്ലാത്തതുപോലെ ആക്കി എടുത്തതാണോ എന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഈ ദൈവം മുൻപാകെ ഈ വരും ദിവസങ്ങളിലെങ്കിലും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ലെറ്റ് us spend time with God. കർത്താവിൻ്റെ ആലയത്തിൽ സമയം ചെലവഴിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആൾക്കാരുടെ വലിപ്പത്തിലും പെരുപ്പത്തിലും ഒന്നുമല്ല, ദൈവസന്നിധിയിൽ ആരും കണ്ടില്ലേലും, ആര് കുറ്റം പറഞ്ഞാലും, ആര് ചിരിച്ചാലും ആര് ചിരിച്ചില്ലേലും, ആര് കൈതാന്നാലും ആരില്ലെങ്കിലും, ആരെൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ പോകുന്നത് അത് വിലയാ, എൻ്റെ തലമുറയുടെ മേൽ അത് കണക്കിടുമെന്നുള്ള ധാരണയുള്ളവരൊക്കെ വന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.